അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഇവിടെ നടക്കുന്നതായി ഒരു നിക്കാഹ് രണ്ട് ഹൃദയങ്ങളെയും രണ്ട് കുടുംബങ്ങളെയും അള്ളാഹുവിൻ്റെ നാമത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു മഹത്തായ നിമിഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൻ നിക്കാഹു മിൻ സുന്നത്തി ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. നിക്കാഹ് എന്നത് അതെൻ്റെ സുന്നത്താണ്. ആരെങ്കിലും എൻ്റെ സുന്നത്തിൽ നിന്ന് മുഖം തിരിക്കുകയാണെങ്കിൽ, വ്യതിചലിക്കുകയാണെങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബന്ധം വെറുമൊരു കരാറ് മാത്രമല്ല, അള്ളാഹുവിനോടുള്ള ഒരു ഇബാദത്തും അമാനത്തുമാണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇന്ന് പെണ്ണിൻ്റെയും ആണിൻ്റെയും വീടുകൾ തമ്മിൽ ചേർന്നു, അൽഹംദുലില്ലാഹ്, ചേരാൻ നിൽക്കുന്നതായ സന്ദർഭത്തിലാണുള്ളത്. അപ്പോൾ രണ്ട് വഴികൾ ഒന്നാകുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നതായ ഈ ഒരു ജീവിതം അവർക്കായി ബർക്കത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും വഴി ആയിരിക്കട്ടെ എന്നാണ് നമ്മൾ ആദ്യമായി ദുആ ചെയ്യുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് ഖൈറിലാക്കി തെരുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലഹുമ വ ബാരിക് അലൈഹിമ വജ്മഅ ബൈനഹുമ ഫി ഖൈർ. അള്ളാഹുവെ റഹ്മാനായ തമ്പുരാനെ, അവർക്ക് നീ ബർക്കത്ത് നൽകണേ നാഥ, അവരിൽ നീ ബർക്കത്ത് നിറക്കണേ റഹ്മാനെ. നന്മയിലൂടെയും കരുണയിലൂടെയും ഇവരെ, ഈ രണ്ട് ബന്ധങ്ങളെ നീ കൂട്ടിച്ചേർക്കണേ റഹ്മാനെ. ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ഒരു നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൻ്റെ പ്രതിഫലനമായി, അവിടുത്തെ ഒരു ഭാഗമായി, സുന്നത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹുവിൻ്റെ കരുണയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിൻ്റെ തുടക്കമാകട്ടെ എന്നാണ് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.